ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയിലെ നായകൻ ഒരു ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഈ നഗരത്തിലെ എല്ലാ കുറുക്കുവഴികളും അറിയാം. എവിടെ എപ്പോൾ ട്രാഫിക് ഉണ്ടാകുമെന്നും ഉണ്ടാകില്ലെന്നുമെല്ലാം അദ്ദേഹത്തിന് മനപ്പാടമാണ്. ടാക്സി ഓടിച്ച് അദ്ദേഹം സമാധാനത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ ടാക്സിയിൽ കയറുന്നത്. മറ്റാരുമല്ല, ടോം ക്രൂസ്. ഈ സിനിമയിലെ വില്ലനും അദ്ദേഹമാണ്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു കൊലയാളിയാണ്. ഇപ്പോൾ പോലും ചിലരെ കൊല്ലാനാണ് ഈ നഗരത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം നായകന്റെ ടാക്സിയിൽ കയറുന്നത്. നായകന് ഈ നഗരത്തിലെ എല്ലാ വഴികളും അറിയാം. ഞാൻ കൊലപാതകം ചെയ്യുമ്പോൾ നീയാണ് എന്നെ സഹായിക്കേണ്ടത് എന്ന് ടോം ക്രൂസ് പറയുന്നു. നായകന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇദ്ദേഹം ഒരു വലിയ കൊലയാളിയാണല്ലോ. അതുകൊണ്ട് സമ്മതിച്ച് ഒരു കൊലയാളിക്കായി ടാക്സി ഓടിക്കാൻ തുടങ്ങുന്നു. ഇതിനുശേഷം ഈ യാത്രയിൽ എന്താണ് സംഭവിച്ചതെന്നതാണ് ഈ സിനിമയുടെ മുഴുവൻ കഥയും. സൂപ്പർ സ്റ്റോറിയാണ്. സോ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഫിലിം ടെല്ലർ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊളാട്രൽ എന്നൊരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇതാണ് നമ്മുടെ ടോം ക്രൂസ്. എന്നാൽ ഈ കഥയിൽ ഇദ്ദേഹത്തിന്റെ പേര് വിൻസെന്റ്. വിൻസെന്റ് എയർപോർട്ടിൽ നിന്ന് നടന്നു വരികയാണ്. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തെ ഇടിക്കുന്നു. രണ്ടുപേരുടെയും ബാഗുകൾ ഏകദേശം ഒരേപോലെയാണ്. ബാഗുകൾ താഴെ വീഴുന്നു. ശരി, അവരവരുടെ ബാഗുകൾ എടുത്തു പോകും എന്ന് വിചാരിച്ചാൽ മനഃപൂർവ്വം അവർ ബാഗുകൾ മാറ്റിയെടുത്തു പോകുന്നു. അങ്ങനെയെങ്കിൽ അവർക്കിടയിൽ എന്തോ ഒരു ഡീലുണ്ട്. ഈ വിൻസെന്റ് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായാണ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. ഇതേ നഗരത്തിൽ ഒരു ടാക്സി ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാക്സ്. ഈ ടാക്സി ജോലിയിൽ അത്രയധികം പണമൊന്നും കിട്ടില്ല. എങ്കിലും ഈ ജോലിയിൽ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. ധാരാളം യാത്രക്കാർ വരും, അവരെ കൃത്യമായി കൊണ്ടുപോയി ഇറക്കും, കുറച്ചു പണവും കിട്ടും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് മാക്സിന്റെ ക്യാബിൽ ഒരു യുവതി കയറുന്നത്. അവരുടെ പേര് ആനി. അവർ ഫോണിൽ ടെൻഷനോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടെൻഷനോടെ മാക്സിനോട്, എനിക്ക് ഈ സ്ഥലത്തേക്ക് പോകണം, ഈ വഴിയിലൂടെ പോകൂ എന്ന് പറയുന്നു. എന്ത്? ഈ ഭാഗത്തുകൂടിയോ മാഡം? ഇപ്പോൾ ഈ ഭാഗത്തുകൂടി പോയാൽ മുഴുവൻ ട്രാഫിക് ആയിരിക്കും. ഞാൻ പറയുന്ന റൂട്ട് ഈ ഇടതുവശത്തുകൂടി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് വളരെ വേഗത്തിലെത്താൻ കഴിയും. ഇവിടെ നോക്കൂ, ഞാൻ സ്ഥിരമായി പോകുന്ന റൂട്ടാണിത്. ഇതിനേക്കാൾ കുറുക്കുവഴികളൊന്നുമില്ല. ഈ വഴിയിലൂടെ പോവൂ, ആ വഴിയിലൂടെ പോവൂ എന്ന് പറഞ്ഞ് എന്നെ വൈകിപ്പിക്കരുത്. ഇല്ല മാഡം, വൈകില്ല. ഒരുപക്ഷെ അങ്ങനെ വൈകുകയാണെങ്കിൽ നിങ്ങൾ ആ യാത്രയുടെ പണം നൽകേണ്ടതില്ല, ഫ്രീ. ഈ കാര്യം ആ ആനി എന്ന യുവതിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, നോക്കാം എന്ന് പറഞ്ഞ് മാക്സ് കാർ ഓടിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ആ ഇടതുവശത്തെ റൂട്ടിലൂടെ പോവുകയായിരുന്നു. നോക്കിയപ്പോൾ അവിടെ ട്രാഫിക്കേയില്ല. അവർ യാത്ര തുടർന്നു. ആനിയും എത്തേണ്ട സ്ഥലത്ത് വളരെ നേരത്തെ എത്തിച്ചേർന്നു. കൊള്ളാലോ, ഈ നഗരത്തിലെ എല്ലാ റൂട്ടുകളും നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ജനിച്ചപ്പോൾ തന്നെ ആ ജോലിക്ക് ചേർന്നതാണോ? മാഡം, ഈ ജോലിക്ക് ചേർന്നിട്ട് ഇപ്പോൾ കുറച്ചു കാലമേ ആയുള്ളൂ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി ഈ ന്യൂ മോഡൽ കാറൊക്കെ വാങ്ങി സെലിബ്രിറ്റികൾക്കൊക്കെ വാടകയ്ക്ക് നൽകണം എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് മാക്സ് പറയുന്നു. നിങ്ങളൊരു വക്കീലല്ലേ? ഇപ്പോൾ നിങ്ങൾ വളരെ ടെൻഷനിലാണല്ലോ. എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ആനി ഞെട്ടുന്നു. ഞാൻ വക്കീലാണെന്ന് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറയുന്ന രീതിയും നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും വെച്ചാണ് ഞാൻ പറയുന്നത്. എന്തുപറ്റി മാഡം? എന്തിനാണ് ഇത്ര ടെൻഷനിലിരിക്കുന്നത് എന്ന് മാക്സ് ചോദിക്കുമ്പോഴാണ് ആനി തന്റെ മനസ്സ് തുറക്കുന്നത്. ഞാനിപ്പോൾ ഒരു കേസിന്റെ പിന്നാലെയാണ്. ആ കേസിൽ എനിക്ക് ജയിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര തെളിവുകൾ ശേഖരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ തക്കവിധം കൂടുതൽ തെളിവുകൾ എതിർപക്ഷത്തെ വക്കീലിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടെൻഷനിലിരിക്കുന്നത്. പക്ഷെ സാരമില്ല, താമസിയാതെ ഞങ്ങൾക്ക് ചില സാക്ഷികൾ ലഭിക്കും. അതിലൂടെ എനിക്ക് ഈ കേസിൽ ജയിക്കാൻ കഴിയും. ശരി, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളൊരു അവധിക്ക് പോയി വരൂ. അപ്പോഴേ നിങ്ങളുടെ മനസ്സ് ശാന്തമാവൂ. ഓ, അങ്ങനെയാണോ? നിങ്ങൾ എപ്പോഴാണ് അവസാനമായി അവധിക്ക് പോയി വന്നത്? ഉടൻ തന്നെ മാക്സ് തന്റെ ടാക്സിയുടെ ഡാഷ്ബോർഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. ഒരു ഐലൻഡിന്റെ ഫോട്ടോ. അത് കാണിച്ച്, ഇത് കണ്ടോ, ഇതാണ് എന്റെ വെക്കേഷൻ. ഒരു ദിവസം 10 തവണയെങ്കിലും ഇത് ഞാൻ നോക്കും. ഇനി ഈ ഫോട്ടോ നിങ്ങൾ വെച്ചോളൂ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഈ ഫോട്ടോ നോക്കിയാൽ മതി. വെക്കേഷന് പോയി വന്ന ഒരു അനുഭവം ലഭിക്കും എന്ന് മാക്സ് പറയുന്നു. ആ ചെറിയ കോൺവെർസേഷനിലൂടെ തന്നെ രണ്ടുപേർക്കും പരസ്പരം ഒരു ഇഷ്ടം മനസ്സിലുണ്ടാക്കുന്നുണ്ട്. അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മാക്സ് ആനിയോട് ഫോൺ നമ്പർ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ചോദിക്കാൻ അദ്ദേഹത്തിന് ഭയമാണ്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ ആനി തന്നെ അവളുടെ വിസിറ്റിംഗ് കാർഡ് മാക്സിന് കൊടുത്തു പോകുന്നു. നമ്മുടെ ആൾ ആ വിസിറ്റിംഗ് കാർഡിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ടാക്സി അന്വേഷിച്ച് നമ്മുടെ വിൻസെന്റ് അങ്ങോട്ട് വരുന്നു. മാക്സിനോട് ടാക്സി ഓടുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ മാക്സ് ആ വിസിറ്റിംഗ് കാർഡ് നോക്കിയിരിക്കുകയാണല്ലോ. ഓക്കെ, ശരി എന്ന് വിചാരിച്ച് വിൻസെന്റും മറ്റൊരു ടാക്സി നോക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ മാക്സ്, അയ്യോ സാർ, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നോട് ക്ഷമിക്കണം സാർ, വരൂ സാർ, ഈ ടാക്സിയിൽ തന്നെ പോകാം എന്ന് പറഞ്ഞു പോയ വിൻസെന്റിനെ തിരിച്ചു വിളിച്ച് അദ്ദേഹത്തിന്റെ ടാക്സിയിൽ കയറ്റുന്നു. ഇപ്പോൾ മാക്സ് ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അദ്ദേഹത്തിന് പതിയെ മനസ്സിലാകും. അങ്ങനെ മാക്സ് ടാക്സി ഓടിക്കാൻ തുടങ്ങുന്നു. പിന്നിൽ വിൻസെന്റ് ഇരിക്കുന്നു. രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വിൻസെന്റ് തനിക്ക് പോകേണ്ട സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറയുന്നു. ഓ,
ആ സ്ഥലത്തേക്കാണോ സാർ പോകേണ്ടത്? എന്തായാലും ഒരു 7 മിനിറ്റ് ആകും സാർ. എങ്ങനെയാണ് നീ കൃത്യമായി 7 മിനിറ്റ് ആകും എന്ന് പറയുന്നത്? കാരണം സാർ, ഇവിടെ നിന്ന് 100 മീറ്റർ നമ്മൾ നേരെ പോകണം. 2 സിഗ്നലുകളുണ്ടാകും. നമ്മൾ പോകുന്ന സമയത്ത് കൃത്യമായി ആദ്യത്തെ സിഗ്നൽ ഓൺ ആയിരിക്കും. അതുകൊണ്ട് 1 മിനിറ്റ് നമ്മൾ അവിടെ നിൽക്കണം. പിന്നെ അടുത്ത സിഗ്നലിലെത്താൻ ഇത്രയും സമയമെടുക്കും എന്ന് വിശദമായി പറയുമ്പോൾ ഇത് കേട്ട് വിൻസെന്റ് ഞെട്ടുന്നു. എന്താടാ, ഗൂഗിൾ മാപ്പ് പോലെ ഇവിടെ നിന്ന് അവിടെ പോകാൻ എത്ര സമയമെടുക്കുമെന്ന് കൃത്യമായി പറയുന്നു. കാരണം സാർ, ഞാൻ ഈ നഗരത്തിൽ 12 വർഷമായി വണ്ടി ഓടിക്കുന്നു. എല്ലാ ഇടവഴികളും എനിക്കറിയാം സാർ. നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് ഞാൻ സൂപ്പറായി എത്തിക്കാം, വിഷമിക്കരുത്. ഉടൻ വിൻസെന്റ്, അങ്ങനെയാണെങ്കിൽ എന്റെ ജോലിക്ക് നീയാണ് ശരിയായ ആൾ. നീ എങ്ങനെയാണ് 24 മണിക്കൂറും ഡ്യൂട്ടി എടുക്കാറുണ്ടോ? സാർ, ഇതെന്റെ കമ്പനി വണ്ടിയാണ്. രാത്രി ഷിഫ്റ്റിൽ മാത്രമേ ഞാൻ ഓടിക്കൂ. പകൽ ഈ വണ്ടി മറ്റൊരാൾ ഓടിക്കും. അതെ, എന്റെ ജോലിക്ക് നീയാണ് ശരിയായ ആൾ എന്ന് പറഞ്ഞല്ലോ. എന്ത് ജോലിയാണ് സാർ ചെയ്യുന്നത്? അത് ഞാൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ്. ഇന്ന് രാത്രി 5 ക്ലയൻസിനെ എനിക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നിന്റെ ടാക്സിയിൽ എന്നെ ആ 5 സ്ഥലങ്ങളിലും കൊണ്ടുപോയാൽ അവരിൽ നിന്ന് ഒപ്പൊക്കെ വാങ്ങിയിട്ട് അവസാനം എന്നെ തിരികെ എയർപോർട്ടിൽ കൊണ്ടാക്കണം. ഇത് കേട്ട മാക്സ്, സാർ, ഞങ്ങളുടെ കമ്പനി പോളിസി അനുസരിച്ച് ഇത് തെറ്റാണ്. അതിന് കഴിയില്ല. കാരണം ഒരു കസ്റ്റമർക്ക് വേണ്ടി ഞങ്ങൾക്ക് വണ്ടി ഒരേ സമയം ഒന്നിലധികം ട്രിപ്പ് അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല. സിംഗിൾ റൈഡ് മാത്രം പറ്റുള്ളൂ. ഞാൻ പോയി നിങ്ങളെ ഫസ്റ്റ് പോവേണ്ട പ്ലേസിൽ ഇറക്കാം. അതിനുശേഷം നിങ്ങൾ മറ്റൊരു വണ്ടി പിടിച്ചു പോകൂ സാർ. അയ്യോ, ഓരോ വണ്ടിയും അന്വേഷിച്ചു പോകുന്നത് ബുദ്ധിമുട്ടാണ്. കൂടാതെ നിനക്ക് ഈ നഗരത്തിലെ ലൊക്കേഷനുകൾ നന്നായി അറിയാമല്ലോ. അതുകൊണ്ടിൽ നിങ്ങളാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകാൻ പോകുന്നത്. അതിനായി ഞാൻ നിങ്ങൾക്ക് $600 തരാം എന്ന് പറഞ്ഞ് പണം കാണിക്കുന്നു. നമ്മുടെ മാക്സ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ $600 എന്നത് അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ശമ്പളമാണ്. അത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടാൻ പോകുകയാണ്. അതുകൊണ്ട് അദ്ദേഹവും ആ വിൻസെന്റിന് ഓഫർ സമ്മതിക്കുന്നു. അങ്ങനെ വിൻസെന്റ് ആദ്യം ഒരു അപ്പാർട്ട്മെന്റിൽ ഇറക്കാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ മാക്സ് കാർ നിർത്തി വിൻസെന്റ് ആ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് പോകുന്നു. മാക്സ് ടാക്സിയിലിരുന്ന് തന്റെ കയ്യിൽ കരുതിയിരുന്നൊരു ബർഗർ കഴിക്കുമ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആരോ ഒരാൾ മുകളിൽ നിന്ന് നേരെ മാക്സിന്റെ കാറിനു മേലേക്ക് വീഴുന്നു. വിൻഷീൽഡ് തകർന്ന് ആ ആളുടെ മുഖത്തുനിന്ന് രക്തമൊക്കെ ഒഴുകുന്നു. മാക്സും പേടിച്ച്, അയ്യോ എന്റെ അമ്മേ, ഇതെന്താ ഇത് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നോക്കുന്നു. അപ്പോൾ വിൻസെന്റും പതിയെ നടന്നു വരുന്നു. ബട്ട് ചെറുതായി കാലൊന്നും മുടന്തിയാണ് വരുന്നത്. അയ്യോ സാർ, ഇവിടെ നോക്കൂ, മുകളിൽ നിന്ന് ഒരാൾ എന്റെ കാറിൽ വീണു. അയാൾ മരിച്ചുപോയി എന്ന് തോന്നുന്നു. അതെ, 10ാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുന്നയാൾ മരിക്കാതെ എങ്ങനെയിരിക്കും എന്ന് വിൻസെന്റ് പറഞ്ഞപ്പോഴാണ് മാക്സിന് മനസ്സിലാകുന്നത്. ഇയാൾ 10ാം നിലയിൽ നിന്നാണ് വീഴുന്നതെന്ന് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ നീയാണ് അവനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഉടൻ വിൻസെന്റ് തോക്ക് കാണിച്ച്, കൊല എന്നൊന്നും സംസാരിക്കരുത്, മര്യാദയ്ക്ക് എന്നെ സഹായിക്കുക. അവനെ കാറിന്റെ ഡിക്കിയിലെടുത്തിട്ട് വരൂ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. എന്ത്? അടുത്ത സ്ഥലത്തേക്കോ? വിൻസെന്റ്, എനിക്കത് കഴിയില്ല. വേണമെങ്കിൽ ഈ കാർ എടുത്ത് നീ പൊയ്ക്കോ. നിന്നെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറയില്ല, ഓക്കെ? എടാ, ഞാൻ ഈ നഗരത്തിൽ ഇപ്പോൾ വന്നയാളാണ്. എനിക്ക് വഴികളൊന്നും അറിയില്ല. പക്ഷെ നിനക്ക് ഈ നഗരത്തിലെ ഇടവഴികളെല്ലാം അറിയാമല്ലോ. മര്യാദയ്ക്ക് നീ തന്നെ ഓടിക്കോ എന്ന് പറയുന്നു. അയ്യോ, ആവശ്യമില്ലാതെ ഇവനോട് ഞാൻ തന്നെ എന്റെ വീമ്പ് പറഞ്ഞിപ്പോൾ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചേർന്ന് മുകളിൽ നിന്ന് താഴെ വീണയാളുടെ ശരീരം കാറിന്റെ ഡിക്കിയിലിട്ട് മാക്സ് ഇപ്പോൾ വിൻസെന്റിനെ കൂട്ടി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ആ വിൻസെന്റ് ആരാണെന്ന് വെച്ചാൽ ഒരു ക്രൂരനായ കൊലയാളിയാണ്. ഇന്നവന് 5 പേരെ കൊല്ലാനുള്ള ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ 5 പേരിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. ബാക്കി 4 പേരെ കൊല്ലാനാണ് മാക്സിനെ കൂട്ടിപ്പോകുന്നത്. പാവം മാക്സ് ഒരു ലോറിയുടെ ടയറിനിടയിൽ കുടുങ്ങിയ എലിയെപ്പോലെ അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഇപ്പോൾ വിൻസെന്റ് ഒരാളെ കൊന്നല്ലോ. മാക്സിന്റെ കാറിൽ മുകളിൽ നിന്ന് വീണയാളെ. അദ്ദേഹത്തിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് വരുന്നു. വാതിൽ തുറന്നു കിടക്കുന്നു. ജനലുകളൊക്കെ തകർന്നു കിടക്കുന്നു. അകത്തുണ്ടായിരുന്ന ആളെയും കാണാനില്ല. അങ്ങനെ എന്തോ ഒന്ന് തെറ്റായി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ ഡിറ്റക്റ്റീവ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുന്നു. പോലീസ് വരുന്നു. ഇവിടെ നമ്മുടെ മാക്സ് തന്റെ ടാക്സിയിൽ വിൻസെന്റിനെ കൂട്ടി വിറയിലൂടെ വരികയാണ്. പ്ലീസ് സർ, ഞാൻ വേണമെങ്കിൽ ഈ കാർ തരാം. സർ തന്നെ എടുത്തു കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യേ. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് വഴി അറിയില്ല, മനസ്സിലായോ? എന്തോ അറിയാതൊരു തെറ്റ് സംഭവിച്ചു, ക്ഷമിക്കാമോ? ഒന്നും അറിയാതെയാണോ? അയ്യോ, നിങ്ങൾ ഒരാളെ കൊന്നു കഴിഞ്ഞില്ലേ? അടോ, ഒരാളെ മാത്രമാണല്ലോ കൊന്നത്. ഇനിയും 4 പേരുണ്ട്. എന്ത്? 4 പേരോ? അതെ അതെ, അടുത്തത് നമ്മൾ ഈ സ്ഥലത്തേക്കാണ് പോകേണ്ടത് എന്ന് വിൻസെന്റ് അഡ്രസ് പറയുന്നു. ഈ അഡ്രസ്സിലേക്ക് പോകാൻ കഴിയില്ല, വളരെ വൈകും, ട്രാഫിക്കൊക്കെ കൂടുതലായിരിക്കും, കുറുക്കുവഴികളുമില്ല. എടാ വെറുതെ അഭിനയിക്കരുത്, മര്യാദയ്ക്ക് അവിടെ പോ, ഇല്ലെങ്കിൽ നിന്നെയും കൊന്ന് ഡിക്കിയിലിട്ട് കളയും. അങ്ങനെ മാക്സിന് വേറെ വഴിയില്ലാതെ കാർ ഓടിച്ചു പോകുമ്പോൾ പോകുന്ന വഴിയിൽ പോലീസ് അവരുടെ കാർ തടയുന്നു. പിന്നിൽ നിന്ന് വിൻസെന്റ്, ഇവിടെ നോക്കടാ, പോലീസിനെ എങ്ങനെയെങ്കിലും നീ കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെയും ആ പോലീസുകാരെ ഞാൻ കൊന്നുകളയും. അയ്യോ മിണ്ടാതിരിക്കടാ, കാണുന്ന എല്ലാവരെയും കൊല്ലുമല്ലോ, ഇരിക്കെ, ഞാൻ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് മാക്സ് പോലീസുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താടാ, കാറിന്റെ വിൻഷീൽഡൊക്കെ തകർന്നു കിടക്കുകയാണല്ലോ, എന്താ വിഷയം? അത് സാർ, വഴിയിൽ വെച്ച് മാനിന്റെ ദേഹത്ത് വണ്ടി കയറ്റി, അതാണ് തകർന്നത്. ഓ അങ്ങനെയാണോ? എങ്കിലും വിൻഷീൽഡ് തകർന്ന കാർ റോഡിൽ ഓടിക്കരുത്. കാറിന്റെ ഉടമസ്ഥന് ഞങ്ങൾ പരാതി അയക്കും. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പരിങ്ങുന്നത്? എന്തോ പന്തിക്കേടുണ്ടല്ലോ, വന്ന് കാറിന്റെ ഡിക്കി തുറന്നു കാണിക്കൂ എന്ന് പോലീസ് പറയുന്നു. അങ്ങനെ മാക്സിന് ഭയം കൂടുന്നു. വിൻസെന്റും തന്റെ തോക്കെടുത്ത് പോലീസിനെ ഇല്ലാതാക്കാൻ തയ്യാറായി നിൽക്കുകയാണ്.
ഭാഗ്യത്തിന് അവിടെയുണ്ടായിരുന്ന പോലീസിന് ഒരു എമർജൻസി കോൾ വരുന്നു. പിന്നെ കാർ ചെക്ക് ചെയ്യാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്നും പോലീസ് പോകുന്നു. ആശ്വാസം, എങ്ങനെയോ രക്ഷപ്പെട്ടു. മാക്സിന് ആശ്വാസമായി. അങ്ങനെ വിൻസെന്റ് തന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് മാക്സിനോട് വണ്ടി ഓടിച്ചു പോകാൻ പറയുന്നു. അവർ അടുത്ത പോയിന്റിൽ കൃത്യമായി എത്തിച്ചേർന്നു. പക്ഷെ വിൻസെന്റ് ടാക്സി വിട്ടുപോയതിനു ശേഷം മാക്സിന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് മാക്സിനെ കാറിന്റെ സ്റ്റിയറിംഗിൽ പൂട്ടിയിട്ട് വിൻസെന്റ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ടാക്സിയിലുള്ള വോക്കി ടോക്കിയിൽ ഈ ടാക്സിയുടെ ഉടമ സംസാരിക്കുന്നത്. എടാ മാക്സ്, ഇപ്പോൾ എനിക്ക് വിവരം കിട്ടി. കാർ എവിടെയോ മാനിന്റെ ദേഹത്ത് ഇടിച്ചു എന്ന് തോന്നുന്നു. എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് എന്ന് വഴക്ക് പറയുമ്പോൾ ഇവിടെ നിന്നും വിൻസെന്റ് അതിന് മറുപടി പറയുന്നു. എടോ, താനല്ലേ ഉടമ, എന്തായാലും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടാകുമല്ലോ, അതിലൂടെ ക്ലെയിം ചെയ്യേ. ആവശ്യമില്ലാതെ മാക്സിനെ വഴക്ക് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. വിൻസെന്റ് അടുത്ത ആളെ കൊല്ലാനായി പോകുന്നു. ആ സമയത്ത് ഇവൻ കാരണം മനുഷ്യരും മരിക്കുന്നു, എന്റെ കാറും തകർന്നു. അതുപോരാഞ്ഞിട്ട് ഉടമയുടെ അടുത്ത് എന്നെ കുടുക്കി എന്റെ ജോലിയും. കാറിന്റെ ഹോൺ അടിച്ച് അവിടെയുള്ളവരോട് സഹായം ചോദിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മാക്സിന്റെ നല്ല സമയം 4 പേർ ഓടി വരുന്നു. ചേട്ടന്മാരെ, എന്നെ രക്ഷിക്കണേ, എങ്ങനെയെങ്കിലും എനിക്ക് ഉടൻ പോലീസ് സ്റ്റേഷനിൽ പോകണം. പക്ഷെ മാക്സിന്റെ ദുർഭാഗ്യം, വന്ന 4 പേരും കള്ളന്മാരായിരുന്നു. അവർ തോക്ക് കാണിച്ച് മര്യാദയ്ക്ക് നിന്റെ പേഴ്സ് തരുമെന്ന് പറഞ്ഞ് മാക്സിന്റെ പേഴ്സ് വാങ്ങുന്നു. പിന്നിൽ നിന്ന് വിൻസെന്റിന്റെ ബാഗും എടുത്ത് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ വിൻസെന്റ് രണ്ടാമത്തെ ലക്ഷ്യത്തെ കൊന്നിട്ട് വരികയാണ്. ആ കള്ളന്മാരെയും കാണുന്നു. ആ കള്ളന്മാർക്ക് വിൻസെന്റ് ആരാണെന്നറിയില്ല. ആരാണ് നീ? മര്യാദയ്ക്ക് പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അവന്മാർ വിൻസെന്റിനെ ആക്രമിക്കാൻ വരുന്നു. പക്ഷെ നമ്മുടെ വിൻസെന്റ് ഒന്നിനെയും ഭയപ്പെടാതെ പതിയെ അവരുടെ അടുത്തേക്ക് വന്ന് എല്ലാവരെയും പിടിച്ച് തുരുതുരെ കൊന്ന് നമ്മുടെ മാക്സിന്റെ പേഴ്സും പിന്നെ തന്റെ ബാഗും എടുത്തു വന്ന് തിരികെ മാക്സിന്റെ അടുത്ത് വെക്കുന്നു. അദ്ദേഹവും മാക്സിന്റെ ലോക്കും തുറന്നുവിട്ടിട്ട് രണ്ടാമത്തെ ലക്ഷ്യം കഴിഞ്ഞു. 3ാമത്തെ ലക്ഷ്യത്തിലേക്ക് പോകാമോ? കാറിൽ പെട്രോൾ ഇല്ല, പെട്രോൾ അടിച്ചു പോകാം എന്ന് പറഞ്ഞ് അവർ പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. അപ്പോൾ വിൻസെന്റ് മാക്സിനോട് ചോദിക്കുന്നു, ഞാൻ മുകളിൽ 2ാമത്തെ ആളെ കൊല്ലുമ്പോൾ താഴെ ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അത് ചെയ്തത് നീയാണോ? എന്താടാ ഇത്ര പേടി? പുറത്തുള്ളവരോട് സഹായം ചോദിച്ചതാണോ? എങ്ങനെയാണ് അവർ സഹായിച്ചത് എന്ന് മനസ്സിലായില്ലേ? ചുറ്റുമുള്ളവരെല്ലാം കൊലപാതകികളും കള്ളന്മാരുമാണ്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കൂ മാക്സ്, എന്റെ ജോലി തീരുന്നതുവരെ നീ എന്നെ സഹായിക്കണം. അത് കഴിഞ്ഞാൽ നീ നിന്റെ വഴിക്ക് പോയിക്കോളൂ, ഞാനും എന്റെ വഴിക്ക് പോയിക്കോളാം. അല്ല, ആവശ്യമില്ലാതെ ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ നിന്റെ കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ നീയും കിടക്കേണ്ടി വരും. ഇങ്ങനെ വിൻസെന്റ് മാക്സിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഡിറ്റക്റ്റീവും ഫ്രണ്ട്സും വിൻസെന്റ് കൊന്ന ആദ്യത്തെ ക്രൈം സ്പോട്ടിലേക്ക് പോകുന്നു. അങ്ങനെ മരിച്ചയാൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻഫോമറായ ഫെലിക്സ് എന്നൊരു ഡ്രഗ് ലോഡായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞുകൊടുത്തത് ആ വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയെ തന്നെ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന്റെ മൃതദേഹമെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അതുമെടുത്ത് കൊണ്ടുപോയി എന്ന് തോന്നുന്നു. സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ മരിച്ചയാളുടെ മുറിയിൽ ഒരു ബുള്ളറ്റ് ഷെല്ലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വെടിവെച്ചിരിക്കണം. ആ ഇമ്പാക്റ്റിൽ അദ്ദേഹം ജനൽ തകർത്ത് താഴെ വീണിരിക്കണം. പക്ഷെ താഴെ ധാരാളം ഗ്ലാസ് ചീളുകളുണ്ട്. ഇത് മുഴുവനും കാറിന്റെ വിൻഷീൽഡിന്റെ ഗ്ലാസ് ചീളുകളാണ്. അങ്ങനെയെങ്കിൽ മുകളിൽ നിന്ന് അദ്ദേഹം താഴെ വീഴുമ്പോൾ ഇവിടെ ഒരു കാർ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ മരിച്ചയാളെ കാറിന്റെ ഡിക്കിയിലിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കണമെന്ന് സംഭവിച്ചതെല്ലാം ഡിറ്റക്റ്റീവ് കൃത്യമായി പറയുന്നു. അങ്ങനെ ഈ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഈ സമയത്ത് വിൻസെന്റ് തന്റെ 3ാമത്തെ സ്പോട്ടിൽ എത്തിച്ചേർന്നു. കൂടെ മാക്സിനെയും കൊണ്ടുപോകുന്നു. കാരണം കഴിഞ്ഞ തവണ മാക്സിനെ കാറിൽ പൂട്ടിയിട്ട് പോയപ്പോൾ അദ്ദേഹം ഹോണടിച്ച് സഹായം ചോദിച്ചല്ലോ. ഇത്തവണ നീ അത് ചെയ്യരുത്, ഞാൻ കൊല ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ ഒരു ക്ലബ്ബ് പോലെയാണ്. അവിടെ ജാസ് സംഗീതം വായിക്കുന്ന ഒരു സംഗീതജ്ഞനെയാണ് അവർ കൊല്ലേണ്ടത്. അങ്ങനെ വിൻസെന്റ് ആ ആളുമായി തനിച്ചു സംസാരിക്കാൻ തുടങ്ങുന്നു. ശരിക്കും നിങ്ങൾ ഗംഭീരമായി വായിക്കുന്നു എന്ന് പറഞ്ഞ് ആ ആളെ ആദ്യം തന്നെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അയാൾ ഒന്നും അറിയാതെ, ഞാൻ വലിയ വലിയ ആളുകളോടൊപ്പം സംഗീതം വായിച്ചിട്ടുണ്ട്, അറിയാമോ എന്ന മട്ടിൽ വായിൽ വന്ന കഥകളൊക്കെ പറയുന്നു. ഉടൻ തന്നെ വിൻസെന്റും, അതെ അതെ, നിങ്ങൾ വലിയ വലിയ ആളുകളോടൊപ്പം വായിച്ചിട്ടുണ്ട്, ഫെലിക്സിനൊപ്പവും ധാരാളം വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ഉടനെ ആ സംഗീതജ്ഞന്റെ മുഖം മാറാൻ തുടങ്ങുന്നു. അയ്യോ, ഇവർ തന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്തിരുന്ന മാക്സ്, എടാ, ഇത് നീ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ട ഓടാമായിരുന്നു. ആവശ്യമില്ലാതെ ഇവനോട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നോക്കൂ വിൻസെന്റ്, ഈ ആളെ കാണാൻ വളരെ നല്ലവനാണെന്ന് തോന്നുന്നു. നന്നായി സംഗീതം വായിക്കുന്നുണ്ട്, നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. അയാളെ കൊല്ലല്ലേ സാർ, ദയവായി അയാളോടൊന്ന് ക്ഷമിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണോ പറയുന്നത്? ശരി, ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഞാൻ അവനോടൊരു ചോദ്യം ചോദിക്കും. അതിന് ശരിയായി മറുപടി പറഞ്ഞാൽ വിട്ടയക്കാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊന്നുകളയും. നീ ഒരു വലിയ ആളോടൊപ്പം സംഗീതം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വലിയ ആൾ എവിടെയാണ് സംഗീതം പഠിച്ചത്? ഉടൻ തന്നെ ആ സംഗീതജ്ഞൻ ഒരു മറുപടി പറയുന്നു. അത് ശരിയായ മറുപടി തന്നെയാണ്. എങ്കിലും നമ്മുടെ വിൻസെന്റ് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തന്നെ തോക്ക് വെച്ച് വെടിയുതിർക്കുന്നു. അങ്ങനെ നമ്മുടെ മാക്സ് ഇപ്പോൾ നേരിട്ടൊരു കൊലപാതകം കണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതെനിക്കിനി കഴിയില്ല സർ, വേറെ എവിടെയെങ്കിലും പോയിക്കോ, എനിക്കിനി കൂടെ നിൽക്കാൻ പറ്റില്ല. ഇനി എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മാക്സ് അവിടെ നിന്ന് പോകുന്നു. പിന്നാലെ വന്ന വിൻസെന്റ് മാക്സിനെ നന്നായി തല്ലുന്നു. നീയാണ് എന്റെ ഡ്രൈവർ, എന്റെ 5 ടാർഗറ്റ്സിനെ ഞാൻ കൊലപ്പെടുത്തുന്നതുവരെ നീ എന്റെ കൂടെ ഉണ്ടാകണം. അയ്യോ വിൻസെന്റ്, അവർ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്തു പറഞ്ഞാണ് നീ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്? ആവോ, ആർക്കറിയാം, ഇവരെ എല്ലാവരെയും ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. എന്ത്, ഇപ്പോഴാണോ കാണുന്നത്? അതേടാ, കൊല ചെയ്യലാണ് എന്റെ തൊഴിൽ.
3 പേരെ ഇല്ലാതാക്കി. ഇനിയും 2 പേര് കൂടിയുണ്ട്. അവരാരാണെന്നുള്ള വിവരങ്ങളെല്ലാം എന്റെ കയ്യിലുള്ള ബാഗിലുണ്ട്. അതിനുള്ളിലാണ് എല്ലാ ഡീറ്റെയിൽസും. വാശി പിടിക്കാതെ വാ, നമുക്ക് ധാരാളം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വിൻസെന്റ് മാക്സിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ടാക്സിയിലുള്ള വോക്കി ടോക്കിയിൽ ഒരു കോൾ വരുന്നു. ഉടമയാണ് സംസാരിക്കുന്നത്. ഡാ മാക്സ്, ആരൊക്കെയോ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നല്ലോ. ശരി, അതൊക്കെ വിടൂ. നിന്റെ അമ്മ പാവമാണ്. നീ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിന്റെ അമ്മയെ കാണാൻ പോയില്ലേ എന്ന് ഉടമ ചോദിക്കുന്നു. ഉടൻ തന്നെ വിൻസെന്റും, നിനക്ക് അമ്മയൊക്കെ ഉണ്ടോ? അയ്യോ, അമ്മയില്ലാതെ എങ്ങനെയാണ് ഞാൻ ജനിച്ചത്? അതെ, അമ്മയുണ്ട്. എന്റെ അമ്മ ആശുപത്രിയിലാണ്. എല്ലാ ദിവസവും ഞാൻ പോയി കാണാറുണ്ട്. ഇന്ന് മാത്രമാണ് എനിക്ക് കാണാൻ കഴിയാതിരുന്നത്. എന്തുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നത് എന്ന് വിൻസെന്റ് കൂളായി ചോദിക്കുമ്പോൾ, ഒരു കൊലപാതകന്റെ അടുത്ത് കുടുങ്ങി ഞാൻ ബുദ്ധിമുട്ടുകയാണല്ലോ. ശരി ശരി, വാ, നമുക്ക് പോയി അമ്മയെ കണ്ടിട്ട് വരാം. എന്ത്, നിന്റെ കൂടെയോ? അയ്യോ, നീ എന്റെ അമ്മയെയും കൊല്ലാൻ പോവുകയാണോ? അല്ല, ഇന്ന് നീ നിന്റെ അമ്മയെ കാണാൻ പോയില്ലെങ്കിൽ നിന്റെ നേർക്ക് സംശയം വരും. പോലീസ് പെട്ടെന്ന് നിന്റെ വണ്ടി ട്രാക്ക് ചെയ്ത് നമ്മളെ പിടിക്കും. അതുകൊണ്ട് എല്ലാം സാധാരണ പോലെയാണെന്ന് നമ്മളൊരു സീനുണ്ടാക്കണം. വാ, നിന്റെ അമ്മയെ കാണാൻ പോകാം. അയ്യോ, ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നറിയില്ലല്ലോ എന്ന് ദേഷ്യത്തോടെ തന്റെ അമ്മയെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ വിൻസെന്റ് നമ്മുടെ മാക്സിന്റെ അമ്മയ്ക്കായി ഫ്ലവേഴ്സൊക്കെ വാങ്ങുന്നു. അതെടുത്തവർ ലിഫ്റ്റിൽ പോകുന്നു. അതേ ലിഫ്റ്റിൽ നമ്മുടെ ഡിറ്റക്റ്റീവുമുണ്ട്. ഡിറ്റക്റ്റീവ് എന്തിനാണ് ഈ ആശുപത്രിയിലേക്ക് വന്നതെന്നോ, ആശുപത്രിയിലുള്ള മോർച്ചറിയിൽ വന്നതാണ്. കാരണം വിൻസെന്റിന്റെ ആദ്യത്തെ ഇരയുടെ മൃതദേഹം പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് ഇവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ ഓരോ മൃതദേഹങ്ങളായി അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുന്നു, സർ, ഇന്ന് 3 മൃതദേഹങ്ങൾ വന്നിരുന്നു. ആ 3 പേരുടെയും ശരീരത്തിലുണ്ടായിരുന്നത് കൃത്യമായി ഒരേ തരം ബുള്ളറ്റുകളായിരുന്നു എന്ന് പറഞ്ഞ് ആ മൃതദേഹങ്ങളെല്ലാം കാണിക്കുമ്പോഴാണ് നമ്മുടെ വിൻസെന്റിന്റെ രണ്ടാമത്തെ ഇര. മാക്സിന്റെ കയ്യിൽ നിന്ന് പേഴ്സ് തട്ടിയെടുത്തു പോയവരിൽ 2 പേരെ വിൻസെന്റ് കൊന്നിരുന്നല്ലോ. അവരുടെ മൃതദേഹങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഡിറ്റക്റ്റീവ് ആ 2 പേരെ ശ്രദ്ധിക്കാതെ മാക്സിന്റെ രണ്ടാമത്തെ ഇരയെ കണ്ട് ഞെട്ടുന്നു. കാരണം ഇപ്പോൾ ഇദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് ആ മുകളിൽ നിന്നൊരാൾ വീണ് മരണപ്പെട്ടില്ലേ, അദ്ദേഹവും ഈ രണ്ടാമത്തെ ഇരയും തമ്മിൽ ബന്ധമുണ്ട്. കൂടുതൽ പറയുകയാണെങ്കിൽ ആ രണ്ടാമത്തെ ഇര ഒരു ക്രിമിനൽ ലോയറാണ്. അങ്ങനെ ആദ്യത്തെ ഇരയും രണ്ടാമത്തെ ഇരയും ഒരു ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവും തന്റെ പങ്കാളിയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ എന്തോ ഒന്ന് വിചിത്രമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ സമയത്ത് അമ്മയെ കാണാനായി വിൻസെന്റും മാക്സും പോകുന്നു. മാക്സ് പോയി തന്റെ അമ്മയ്ക്ക് ഫ്ലവേഴ്സൊക്കെ കൊടുക്കുന്നു. ഇതെന്താടാ പുതിയ രീതിയെല്ലാം? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ഇത് വാങ്ങിയ കാശിന് ഹോർലിക്സോ ആപ്പിളോ വാങ്ങിയാൽ പോരായിരുന്നോ? അയ്യോ അമ്മേ, ഇത് ഞാൻ വാങ്ങിയതല്ല. ദേ, എന്റെ ഈ സുഹൃത്താണ്. ഇദ്ദേഹമാണ് വാങ്ങിത്തന്നത്. ആണോ? ഇത് നിന്റെ സുഹൃത്താണോ? ഞാൻ നിന്റെ ക്ലയന്റാണെന്ന് വിചാരിച്ചു. ഇത് കേട്ട ഉടനെ വിൻസെന്റും, ഇത് ക്ലയന്റോ? നിങ്ങൾക്കറിയില്ലേ, എന്റെ മകൻ വലിയൊരു കാർ വാങ്ങിയിട്ടുണ്ട്. ആ കാർ വലിയ വലിയ സെലിബ്രിറ്റികൾക്കൊക്കെ വാടകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ വലിയ ആളാണ്, അറിയാമോ എന്ന് പറയുന്നു. അതായത് മാക്സ് താൻ ടാക്സിയാണ് ഓടിക്കുന്നത് എന്ന് അമ്മയോട് പറയാതെ വലിയ ബിസിനസ് ചെയ്യുന്നത് പോലെ അമ്മയുടെ അടുത്ത് കളവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് വിൻസെന്റും മനസ്സിലാക്കി. എടാ ഭയങ്കര, അമ്മയുടെ അടുത്ത് തന്നെ ഇങ്ങനെ കളവ് പറഞ്ഞിരിക്കുകയാണല്ലോടാ. നമ്മുടെ മാക്സും തന്റെ മനസ്സിൽ, അതെ, ഇദ്ദേഹം വലിയ ആളാണ്. അടുത്തത് ഇനിയും 2 പേരെ കൊല്ലാൻ പോകുകയാണല്ലോ. ഇതെങ്ങനെയെങ്കിലും തടയണമെന്ന് ആലോചിച്ച് അതിനായി വിൻസെന്റിന്റെ ആ ബാഗ് എടുത്ത് വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. പിന്നാലെ വിൻസെന്റും പിന്തുടരുന്നു. മാക്സ് എന്തു ചെയ്യുന്നുവെന്ന് വെച്ചാൽ, ഇതുണ്ടായാലല്ലേടാ നീ ആ 2 പേരെയും കൊല്ലൂ എന്ന് പറഞ്ഞ് റോഡിൽ വലിച്ചെറിയുന്നു. ഒരു ലോറി വന്ന് ആ ബാഗിന് മുകളിലൂടെ കയറി അതിലുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും നശിച്ചു പോകുന്നു. അതുകൊണ്ട് വിൻസെന്റ് ദേഷ്യപ്പെടുന്നു. കാരണം വിൻസെന്റിന് അടുത്തത് ആരെയാണ് കൊല്ലേണ്ടതെന്നറിയില്ല. എല്ലാം പോയല്ലോ. അങ്ങനെ നമ്മുടെ മാക്സിനെ പിടിച്ച് നല്ല തല്ലുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല, പക്ഷെ അതിനു മുൻപ് നീ എനിക്കൊരു ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് മാക്സിനെ എവിടെയോ കൂട്ടിക്കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ അതൊരു വലിയ ബാറാണ്. ആ ബാറിന് പുറത്തുനിന്ന്, ഇവിടെ നോക്കൂ മാക്സ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ആ ബാറിനുള്ളിൽ ഫെലിക്സ് എന്ന് പറയുന്ന ഒരാളുണ്ടാകും. നീ അവനെ കാണണം. നീ ആരാണെന്ന് നിന്നോട് ചോദിച്ചാൽ നീയാണ് വിൻസെന്റ് എന്ന് പറയണം. അയ്യോ, നിന്നെപ്പോലെ എന്നെ അഭിനയിപ്പിച്ചെന്നെ കൊടുക്കാൻ നോക്കുകയാണോ? എനിക്കത് കഴിയില്ല. അതൊന്നും എനിക്കറിയില്ല. നീ അത് ചെയ്തേ പറ്റൂ. അയ്യോ വിൻസെന്റ്, അതിന് നിനക്ക് നേരിട്ട് പോകാമല്ലോ. എടാ, ഞാൻ എത്ര വലിയ കൊലയാളിയാണെന്ന് നിനക്കറിയാമോടാ. എന്റെ ഐഡന്റിറ്റി ഞാൻ ആരെയും കാണിക്കില്ല. അതുകൊണ്ട് നീ വിൻസെന്റായി അകത്തു പോകുന്നു. അവസാനത്തെ 2 ടാർഗറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നശിച്ചുപോയി. ആ വിവരങ്ങൾ ഒരു പെൻഡ്രൈവിലാക്കി ചോദിച്ചു വാങ്ങി വരണം. മനസ്സിലായോ? അയ്യോ, നിന്നെ കാണാൻ പുലിയെ പോലെയാണ്. ഞാനൊരു സാധാരണ എലിയാണ്. എന്നെ കണ്ടാൽ ആരെങ്കിലും കൊലയാളിയാണെന്ന് വിശ്വസിക്കുമോ? അതൊക്കെ നീ കൃത്യമായി അഭിനയിക്കണം. ബാഗ് എടുത്ത് എറിഞ്ഞു കളഞ്ഞില്ലേ, അതിനുള്ള ശിക്ഷയാണിത്. മര്യാദയ്ക്ക് പോയിട്ട് വാ. അകത്ത് പോയി എന്തെങ്കിലും ഉടായ്പ് കളിക്കുന്നതായി കണ്ടാൽ 10 മിനിറ്റിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ നേരെ ഈ സിറ്റി വിട്ടുപോകും. ഓ അങ്ങനെയാണോ? ഇപ്പോൾ തന്നെ പൊക്കോ എന്ന് മാക്സ് പറയുന്നു. പോകുന്നതിന് മുൻപ് ആശുപത്രിയിലുള്ള നിന്റെ അമ്മയെയും കൊന്നിട്ടേ പോകുള്ളൂ എന്ന് വിൻസെന്റ് പറയുന്നു. അയ്യോ വേണ്ട, ശരി, ഞാൻ പോയി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് മാക്സ് വിൻസെന്റ് എന്നൊരു ഐഡന്റിറ്റിയോടെ ആ ബാറിനുള്ളിലേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടെയുള്ളവരോട്, എന്റെ പേര് വിൻസെന്റ്, എനിക്ക് ഫെലിക്സിനെ കാണണം എന്ന് പറയുന്നു. ഫെലിക്സും അകത്തേക്ക് വരാൻ പറയുന്നു.
അങ്ങനെ ഇദ്ദേഹം നേരെ പോയി ആ ഫെലിക്സിനെ കാണുന്നു. ഈ സമയത്ത് ഡിറ്റക്റ്റീവ് കൺട്രോൾ റൂമിലേക്ക് പോകുന്നു. അവിടെ ആളുകളെല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ടാകും. അങ്ങനെയാണ് ഫെലിക്സ് ഉള്ള ബാറിലെ CCTV ക്യാമറയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെലിക്സ് എന്നയാൾ ലഹരിമരുന്ന് വിൽക്കുന്ന ഒരു വലിയ ആളാണ്. ഫെലിക്സിനെതിരെ ധാരാളം കേസുകളുമുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു തെളിവും ശരിയായി ലഭിച്ചിട്ടില്ല. പക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ട രണ്ടുപേരിപ്പോൾ മരിച്ചു എന്ന കാര്യം FBI ഏജന്റിനോട് നമ്മുടെ ഡിറ്റക്റ്റീവ് പറയുമ്പോൾ അവർ ഞെട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫെലിക്സിന്റെ കേസുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണോ ഉള്ളത് അവരെയെല്ലാം കൊല്ലുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് മറ്റൊരു കോൾ വരുന്നു. ഒരു ജാസ് പ്ലെയർ, അദ്ദേഹത്തിന്റെ പേര് ഡാനിയൽ. അതാണ് മൂന്നാമത്തെ ലക്ഷ്യം. അദ്ദേഹവും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവർ ഊഹിച്ച കാര്യം ഉറപ്പിക്കുന്നു. ഫെലിക്സിന്റെ കേസുമായി ബന്ധപ്പെട്ടവരെ ആരോ ഒരാൾ ഇല്ലാതാക്കുന്നു. അതാരാണെന്ന് മനസ്സിലാക്കാൻ അവിടെയുള്ള CCTV ക്യാമറ പരിശോധിക്കുമ്പോൾ അതിലൊരു ടാക്സി കാറുണ്ട്. ആ കാറിന്റെ വിൻഷീൽഡൊക്കെ തകർന്നു കിടക്കുന്നു. ഇത് കാണുന്ന ഡിറ്റക്റ്റീവും തുടക്കത്തിൽ മുകളിൽ നിന്നൊരാൾ താഴെ ഒരു കാറിന് മുകളിലാണ് വീണിട്ടുള്ളത്. ആ കാർ ഇതായിരിക്കണം. അങ്ങനെയെങ്കിൽ കൊല ചെയ്യുന്നത് ഈ ടാക്സി ഡ്രൈവറാണെന്ന് പറഞ്ഞ് നമ്പർ നോട്ട് ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. കൂടാതെ നമ്മുടെ മാക്സ്, ഞാനാണ് വിൻസെന്റ്, ഫെലിക്സിനെ കാണണമെന്ന് പറഞ്ഞതെല്ലാം ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്. അതെല്ലാം ഇവർ കേൾക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഡിറ്റക്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാക്സ് ആണ് വിൻസെന്റ് എന്ന് വിചാരിക്കുന്നു. പക്ഷേ യഥാർത്ഥ വിൻസെന്റ് ടാക്സിയുടെ ബാക്ക് സീറ്റിലാണ്. ഈ ക്യാമറയിൽ നിന്ന് ബാക്ക് സീറ്റ് ശരിയായി കാണുന്നില്ല. വിൻസെന്റ് മനോഹരമായി മാക്സിനെ കുടുക്കി സുരക്ഷിതനായിരിക്കുന്നു. ഇതൊന്നും അറിയാതെ മാക്സ് നേരെ അകത്തുപോയി ഫെലിക്സിനെ കണ്ട് കുറച്ചു പരിഭ്രമത്തോടെ, നിങ്ങൾ തന്ന കൊട്ടേഷനിൽ അതിൽ 3 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി 2 പേര് കൂടിയുണ്ട്. അവരുടെ വിവരങ്ങൾ എന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ആ 2 പേരുടെ വിവരങ്ങൾ മാത്രം ഒരു പെൻഡ്രൈവിലാക്കി എനിക്ക് തരാമോ? ഇത് കേട്ട ഫെലിക്സ് ദേഷ്യപ്പെടുന്നു. നിനക്കറിയാമോ ഈ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കാൻ എത്ര ചെലവായി, എത്ര സമയമെടുത്തു എന്ന് നിനക്കറിയാമോ? എത്ര ഈസിയായ നീ പറഞ്ഞ് എളുപ്പത്തിൽ നശിച്ചുപോയി എന്ന്. ഇങ്ങനെ ഫെലിക്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫെലിക്സിന്റെ ഒരാൾ മാക്സിനെ കൊല്ലാനായി പിന്നിലൂടെ തോക്കുമായി വരുന്നു. നീ എന്തോ വലിയ ഹിറ്റ്മാൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ശരി, ഹിറ്റ്മാൻ, നീ പറയൂ. എന്റെ അവസ്ഥയിൽ നീ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തു ചെയ്യുമായിരുന്നു? അങ്ങനെ മാക്സും തന്റെ മനസ്സിലെ ഭയം നിയന്ത്രിച്ച് ഒരു യഥാർത്ഥ ഹിറ്റ്മാനെ പോലെ, അതായത് വിൻസെന്റിനെ പോലെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു എന്ന് നിനക്കറിയാമോ? എന്റെ പിന്നിൽ നിന്റെ ഒരാൾ ഗണ്ണെടുത്ത് എന്നെ കൊല്ലാനൊരുങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അവനോട് തോക്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. കാരണം നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മോശമായ കൊലയാളിയോടാണ്. പോലീസുകാരെന്നെ പിടിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ കുടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ വിവരങ്ങൾ ഞാൻ തന്നെ നശിപ്പിച്ചത്. ഇപ്പോൾ എനിക്ക് വീണ്ടും വിവരങ്ങൾ വേണം. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ബാക്കി 2 പേരെ കൂടി കൊല്ലാതെ തിരികെ പോവില്ല. അങ്ങനെ വിവരങ്ങൾ തരുന്നുണ്ടോ? അതോ ഇവിടെയുള്ള നിന്റെ ആളുകളെ ഞാനും തമ്മിലൊരു ഫലപരീക്ഷണം നടത്തണമോ എന്ന് മാക്സ് ധൈര്യത്തോടെ ചോദിക്കുന്നു. അത് കേട്ട് ഫെലിക്സും മനസ്സിലാക്കുന്നു. ഇവൻ കാണുന്ന പോലെയല്ല, കുറച്ച് ടഫാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ വിവരങ്ങൾ ഒരു പെൻഡ്രൈവിലാക്കി കൊടുക്കുന്നു. അകത്ത് മാക്സിന്റെ ഹാർട്ട് കിടന്ന് പടപടാ അടിക്കുകയാണ്. പക്ഷേ അത് പുറത്തു കാണിക്കാതെ മാക്സും ആ പെൻഡ്രൈവ് വാങ്ങി സ്റ്റൈലിൽ അവിടെ നിന്ന് വരുന്നു. അങ്ങനെ ആ പെൻഡ്രൈവ് മാക്സ് വിൻസെന്റിന് തന്നെ കൊടുക്കുന്നു. വിൻസെന്റും അത് ലാപ്ടോപ്പിലിട്ട് അടുത്ത ലക്ഷ്യം ആരാണെന്ന് നോക്കുന്നു. കൊള്ളാലോ മാക്സ്, നീ അകത്തുപോയാൽ തിരികെ ജീവനോടെ വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ വന്നു. ഊവ, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എനിക്ക് മാത്രമാണ് അറിയൂ. എവിടെ പോകണം? വേഗം പറ. നമ്മുടെ അടുത്ത ലക്ഷ്യം മറ്റൊരു ക്ലബ്ബിലാണെന്ന് പറഞ്ഞ ആ ക്ലബ്ബിലേക്ക് അവർ പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് FBI ഏജന്റുമാർ നമ്മുടെ മാക്സിനെ ജീവനോടെയോ അല്ലാതെയോ അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആ ടാക്സി നമ്പർ വെച്ച് ആ ടാക്സി ഓടിച്ചുകൊണ്ടിരുന്നത് 2 പേരാണ്. അതിൽ രാത്രി ഷിഫ്റ്റ് ഓടിക്കുന്ന മാക്സിന്റെ മുഴുവൻ വിവരങ്ങളും എടുക്കുന്നു. 12 വർഷമായി മാക്സ് ടാക്സി ഓടിക്കുകയാണത്രേ. അങ്ങനെ പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മാക്സ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൊല ചെയ്യുന്നത് മറ്റാരോ ആണ്. മാക്സിനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡിറ്റക്റ്റീവ് വിശ്വസിക്കുന്നു. പക്ഷേ ഡിറ്റക്റ്റീവ് പറയുന്നത് ആരും കേൾക്കുന്നു പോലുമില്ല. മാക്സിനെയാണ് അവർ സംശയിക്കുന്നത്. അങ്ങനെ വിൻസെന്റിന്റെ 4ാമത്തെ ലക്ഷ്യം ഒരു കൊറിയൻകാരനാണ്. ഒരു ക്ലബ്ബിലാണ് അയാളുള്ളത്. അടുത്തത് ഈ വ്യക്തിയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് FBI-ക്ക് അറിയാം. കാരണം ഒരു പ്രത്യേക ഈ കേസിൽ കുടുങ്ങിയവർ മാത്രമാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഈ കൊറിയൻകാരനാണ് ആ കേസുമായി ബന്ധപ്പെട്ടയാൾ. അതുകൊണ്ട് അയാളെ രക്ഷിക്കണം, ആ കൊലയാളിയെയും പിടിക്കണമെന്ന് വിചാരിച്ച് FBI ഏജന്റും ഡിറ്റക്റ്റീവും കൂടി ആ സ്ഥലത്തേക്ക് പോകുന്നു. വിൻസെന്റ് ആ കൊറിയൻകാരനെ കൊല്ലാൻ വരുന്നു. നമ്മുടെ മാക്സ് വേറെ വഴിയില്ലാതെ വിൻസെന്റിനൊപ്പമുണ്ട്. ഇവിടെ FBI ഏജന്റുമാർ മാക്സ് ആണ് വിൻസെന്റ് എന്ന് വിചാരിച്ച് മാക്സിനെ കൊല്ലാനൊരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഡിറ്റക്റ്റീവിന് മാക്സ് വളരെ നല്ലവനാണെന്നും അവൻ ട്രാപ്പായി നിൽക്കുകയാണെന്നും മനസ്സിലാക്കുന്നു. ഓരോരുത്തരും ഓരോ ചിന്താഗതിയോടെയാണ് ആ ക്ലബിനുള്ളിലേക്ക് വരുന്നത്. അങ്ങനെ ആ ക്ലബിൽ ഫുൾ ഒരു ബഹളമയമാണ്. FBI ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സ് ആണ് വിൻസെന്റ്. അതുകൊണ്ട് എല്ലാവരും മാക്സിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിൻസെന്റ് സൂത്രത്തിൽ പോയി തന്റെ 4ാമത്തെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ FBI ഏജന്റുമാർ വരുന്നു.
വിൻസെന്റ് സൂത്രത്തിൽ അവരെയും നേരിടാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ അവർ മാക്സിനെയാണ് വിൻസെന്റ് എന്ന് വിചാരിച്ച് പിടിക്കാൻ വരുന്നത്. അങ്ങനെ ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാക്സിനെ ഡിറ്റക്റ്റീവ് വന്ന് പിടിക്കുന്നു. അയ്യോ സാർ, ഞാനൊരു സാധാരണ ടാക്സി ഡ്രൈവറാണ് സാർ, ഞാൻ വിൻസെന്റ് അല്ല, യഥാർത്ഥ വിൻസെന്റ് അവിടെയുണ്ട് എന്ന് പറയുമ്പോൾ ഡിറ്റക്റ്റീവ്, അതെല്ലാം എനിക്കറിയാം, വേഗം വരൂ, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ് മാക്സിനെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പുറത്ത് വിൻസെന്റ് ഡിറ്റക്റ്റീവിനെ വെടിവെച്ചിടുന്നു. മാക്സിന് എന്ത് ചെയ്യണമെന്നറിയില്ല. വിൻസെന്റ്, ഡാ വേഗം വാ, കാറെടുക്കൂ, ഇവിടെ നിന്ന് പോകാം, 5ാമത്തെ ലക്ഷ്യത്തിന്റെ അടുത്ത് പോകണം എന്ന് പറയുന്നു. അങ്ങനെ മാക്സ് ടാക്സി ഓടിച്ചു പോകുന്നു. വിൻസെന്റ് മാക്സിനോട്, എന്താടാ എന്നോട് നന്ദി പറഞ്ഞില്ലല്ലോ, എന്തിനാണ് നിനക്ക് നന്ദി പറയേണ്ടത്? എന്താടാ, നിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ വന്ന ആ ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചല്ലോ. ആ ഡിറ്റക്റ്റീവാണ് എന്നെ രക്ഷിക്കാൻ വന്നയാൾ. ഇപ്പോൾ ഞാൻ നിന്റെ കയ്യിൽ വീണ്ടും കുടുങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് മാക്സ് പിറുപിറുക്കുന്നു. ശരി, അധികം സംസാരിക്കരുത്. ലാപ്ടോപ്പിൽ അടുത്ത ലക്ഷ്യം ആരാണെന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞു. വേഗത്തിൽ വണ്ടി ഓടിക്കൂ. അവരെയും ഇല്ലാതാക്കിയിട്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടണം. ഞാൻ പോകുന്നു. നീ ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇത് കേട്ട നമ്മുടെ മാക്സിന് ദേഷ്യം വരുന്നു. ഇങ്ങനെ ഇവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ ഇവൻ എല്ലാവരെയും കൊന്നിട്ട് നാട്ടിലേക്ക് പോകും. പോലീസ് എന്നെ വിൻസെന്റ് എന്ന് വിചാരിച്ച് കൊന്നുകളയും എന്ന് വിചാരിച്ച് കാർ വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങുന്നു. മാക്സ്, നീ എന്താ ചെയ്യുന്നത്? മര്യാദയ്ക്ക് കാർ പതിയെ ഓടിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ തലയിൽ ഞാൻ ബുള്ളറ്റ് ഇറക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇതിൽ കൂടുതൽ ഞാൻ നിന്നെ പേടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കാർ വേഗത്തിൽ ഓടിച്ചുപോയി ഒരു സ്ഥലത്തിടിപ്പിച്ച് ആക്സിഡന്റ് ആക്കുന്നു. അങ്ങനെ കാർ കറങ്ങിക്കറങ്ങി താഴെ വീഴുന്നു. ദൂരെ നിന്നൊരു പോലീസുകാരൻ അത് കണ്ട് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തു അടുത്തേക്ക് വരുന്നു. ഇത് മനസ്സിലാക്കി വിൻസെന്റ് വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. വിൻസെന്റ് നേരെ 5ാമത്തെ ആളെ കൊല്ലാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ മാക്സ്, ഒരുവിധം രക്ഷപ്പെട്ടു, കില്ലർ നമ്മളെ വിട്ടിട്ട് ഓടിപ്പോയല്ലോ, രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുന്നു. അങ്ങനെ പോലീസും ആ സ്ഥലത്തേക്ക് വരുന്നു. നിങ്ങൾ വിഷമിക്കരുത്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന മട്ടിൽ മാക്സിനോട് സമാധാനപരമായി സംസാരിക്കുന്നു. പക്ഷേ കാർ ഡിക്കിയിൽ ആദ്യം കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹമുണ്ടല്ലോ, അത് പുറത്തു കാണുന്നു. പോലീസ് അത് കണ്ടിട്ട് മാക്സിനെ അറസ്റ്റ് ചെയ്യുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ, പോയവൻ നമ്മളെ കുടുക്കിയിട്ടാണല്ലോ പോയത് എന്നാലോചിച്ച് മാക്സിന് വല്ലാത്ത ദേഷ്യം വരുന്നു. അങ്ങനെ കാറിനുള്ളിലുള്ള ലാപ്ടോപ്പ് നോക്കുന്നു. അത് ആ വിൻസെന്റിന്റെ ലാപ്ടോപ്പാണ്. അതിൽ ആ 5ാമത്തെ ടാർഗറ്റിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ മാക്സിന്റെ കാറിൽ ആനി എന്ന് പറയുന്ന ഒരു വക്കീൽ കയറിയിരുന്നല്ലോ. അവരാണ് കില്ലറുടെ 5ാമത്തെ ടാർഗറ്റ്. അന്ന് അവരൊരു കേസിനെക്കുറിച്ച് വളരെ ദുഃഖിതയായിരുന്നല്ലോ. പെട്ടെന്ന് തെളിവുകൾ ലഭിക്കും, അതിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ തെളിവുകളാണ് ഇപ്പോൾ മരിച്ച എല്ലാവരും. അങ്ങനെ അവസാനമായി കൊല്ലപ്പെടാൻ പോകുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട ആ ആനി എന്ന വക്കീലാണ്. അവരെ കൊല്ലാനായി വിൻസെന്റ് പോയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ മാക്സ് ആ പോലീസുകാരനെ അവിടെ തല്ലിയിട്ട് അയാളുടെ തോക്കെടുത്ത് വേഗത്തിൽ അവിടെ നിന്നും പോകുകയാണ്. ആനി അന്ന് അവളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നല്ലോ, ആ അഡ്രസ്സിലേക്ക് ഇദ്ദേഹം പോകാൻ തുടങ്ങുന്നു. അങ്ങനെ റോഡിൽ ഒരാൾ വെറുതെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് വിസിറ്റിംഗ് കാർഡിലുള്ള ആനിയുടെ നമ്പറിലേക്ക് വിളിച്ച് നടന്ന കാര്യങ്ങൾ പറയുന്നു. ആനി, നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ? ഇന്ന് രാവിലെ എൻ്റെ ടാക്സിയിൽ കയറിയില്ലേ? ഓ മാക്സ്, എനിക്ക് ഓർമ്മയുണ്ട്. എന്താ കാര്യം ഇത്രയും വെപ്രാളത്തോടെ സംസാരിക്കുന്നത്? ആനി, നിങ്ങളെ കൊല്ലാനൊരു വലിയ കൊലയാളി വന്നിട്ടുണ്ട്, വേഗം എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെടൂ എന്ന് മാക്സ് പറയുന്നു. പക്ഷേ ആനി അത് വിശ്വസിക്കുന്നില്ല. വെറുതെ തമാശ പറയരുത്. അയ്യോ ആനി, ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികൾ, അതിൽ 4 പേരെ അവൻ കൊന്നു എന്ന് പറഞ്ഞ് ആ സാക്ഷികളുടെ പേരൊക്കെ മാക്സ് അവളോട് പറയുന്നു. അത് കേട്ട ശേഷമാണ് ആനിയും വിശ്വസിക്കുന്നത്. ആനിയുടെ വീട് മുഴുവൻ ഗ്ലാസ് പോലെയാണ്, അകത്തുള്ളതെല്ലാം പുറത്ത് കാണാം. അങ്ങനെ മാക്സ് അവിടെ എത്തി പുറത്തുനിന്ന് നോക്കുന്നു. ആനി ഒരു മുറിയിലാണുള്ളത്. ആ കില്ലറും അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആനിയെ രക്ഷിക്കാൻ മാക്സും മുകളിലേക്ക് പോകുന്നു. പക്ഷെ പോകുന്ന വഴിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ആളുകളെ എല്ലാവരെയും ആ വിൻസെന്റ് കൊന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ വിൻസെന്റ് ഒരുവിധം ആനിയെ കണ്ടുപിടിക്കുന്നു. വിൻസെന്റ് ആനിയെ കൊല്ലാനായി വരുന്ന കൃത്യസമയത്ത് നമ്മുടെ മാക്സ് അവിടെ വന്ന് വിൻസെന്റിനെ വെടിവെക്കുന്നു. അതിനുശേഷം അവർ ലിഫ്റ്റിലൂടെ രക്ഷപ്പെടാൻ തുടങ്ങുന്നു. വിൻസെന്റ് മരിച്ചു എന്ന് വിചാരിച്ചാണ് അവർ പോകുന്നത്. പക്ഷേ ബുള്ളറ്റ് വിൻസെന്റിന്റെ ചെവിയെ ഉരസിപ്പോയതേയുള്ളൂ. വിൻസെന്റ് ജീവനോടെ തന്നെയുണ്ട്. അങ്ങനെ വീണ്ടും വിൻസെന്റ് അവരെ പിന്തുടർന്നു വരുന്നു. അവർ ഭയത്തോടെ സബ്വേ സ്റ്റേഷനിലേക്ക് പോയി അവിടെയുള്ള ഒരു ട്രെയിനിൽ കയറുന്നു. അങ്ങനെ വിൻസെന്റും അവിടെ പിന്നാലെ വരുന്നുണ്ട്. പക്ഷേ അവിടെ 2 ട്രെയിനുകളുണ്ട്. അവർ ഒരു ട്രെയിനിനുള്ളിൽ കയറി താഴെ കുനിഞ്ഞിരുന്നു. വിൻസെന്റ് അവിടെ നോക്കുമ്പോൾ ട്രെയിൻ കാലിയായി കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ വിൻസെന്റ് 2ാമത്തെ ട്രെയിനിലടുത്തേക്ക് പോകുന്നു. ആ ട്രെയിനും പുറപ്പെടുന്നു. വിൻസെന്റിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. അവരും കുറച്ച് സമാധാനത്തിലാകുന്നു. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ആ ട്രെയിനിന്റെ അവസാനത്തെ കമ്പാർട്ട്മെന്റിൽ വിൻസെന്റ് വരുന്നു. അങ്ങനെ ആ ജനലിലൂടെ നോക്കി ചിരിക്കുന്നു.
എടാ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന ഭാവത്തോടെ. ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ചു പോകുന്നു. അടുത്ത സ്റ്റേഷനും എത്തുന്നു. വിൻസെന്റ് ഇപ്പോൾ സ്റ്റേഷനിലിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്തു വരേണ്ടതല്ലേ അവർ എന്ന് വിചാരിച്ച് അവരെ പിടിക്കാൻ തോക്കുമായി തയ്യാറായി നിൽക്കുന്നു. പക്ഷേ നമ്മുടെ മാക്സും ആനിയും ആ സ്റ്റേഷനിൽ ഇറങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ വീണ്ടും ട്രെയിൻ പോകുന്നു. നമ്മുടെ വിൻസെന്റും വീണ്ടും ആ ട്രെയിനിനുള്ളിൽ തന്നെ കയറുന്നു. കാരണം ആ ട്രെയിനിനുള്ളിൽ തന്നെയല്ലേ അവർ. അടുത്ത സ്റ്റേഷൻ വരുമ്പോൾ വീണ്ടും ഇറങ്ങി കാത്തിരിക്കുന്നു, പുറത്തു വരുമോ എന്ന്. ഇവർക്കും പുറത്തു പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ തന്നെ വിൻസെന്റ് തോക്കുമായി നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് ഭയത്തോടെ ഇവർ ഒളിച്ചിരിക്കുന്നു. ഈ ട്രെയിനിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒത്തിരി ദൂരം ഇരിക്കാൻ കഴിയില്ല. ആ കില്ലർ ഏത് നിമിഷവും നമ്മളെ കൊല്ലാനെത്തും. സോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കരുതി വേഗം മാക്സ് വിൻസെന്റിനെ നോക്കി കണ്ണടച്ച് വെടിവെക്കാൻ തുടങ്ങുന്നു. അപ്പുറം വിൻസെന്റും മാക്സിനെ വെടിവെക്കാൻ നോക്കുമ്പോൾ ബുള്ളറ്റ് തീർന്ന് വീണ്ടും റീലോഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വിൻസെന്റിന്റെ ശരീരത്തിന് വേദനിക്കാൻ തുടങ്ങുന്നത്. കാരണം മാക്സ് വെടിവെച്ച ബുള്ളറ്റ് വിൻസെന്റിന്റെ ശരീരത്തിൽ തറച്ചിരുന്നു. അങ്ങനെ വിൻസെന്റ് മരിക്കാൻ പോവുകയാണ്. വിൻസെന്റ് ആ ട്രെയിനിൽ തന്നെ ഒരു വശത്തിരിക്കുന്നു. അങ്ങനെ മാക്സിനെ നോക്കി, വേറെയൊരു നഗരത്തിൽ നിന്നും വന്ന് ഞാൻ ഈ ലോസ് ഏഞ്ചലസിൽ വന്ന് മരിക്കുന്നത്, എന്നെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും വിഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ശരിക്കും നീ സൂപ്പറാണ് എന്ന് പറഞ്ഞ് വിൻസെന്റ് ആ സ്ഥലത്ത് വെച്ച് മരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ മാക്സിനും ആനിക്കും ആശ്വാസമായി. അടുത്ത സ്റ്റേഷനിൽ തന്നെ അവർ ഇറങ്ങിപ്പോകുന്നു. വിൻസെന്റ് തന്റെ ടാർഗറ്റ്സ് 5 പേരായിരുന്നു. അതിൽ 4 പേരെ കൊന്നു. ആനി മാത്രം രക്ഷപ്പെട്ടു. അതിന് കാരണം മാക്സ് ആണ്. അങ്ങനെ ആനി ഒരു വലിയ വക്കീലായതുകൊണ്ട് ആനിയിലൂടെ മാക്സ് ഈ കേസിൽ നിന്ന് മനോഹരമായി പുറത്തുവരും. കൂടാതെ ഈ ഫെലിക്സ് കേസിൽ എല്ലാ സാക്ഷികളും ഇല്ലാതായല്ലോ. പക്ഷേ ഒരേ ഒരു സാക്ഷി മാത്രമുണ്ട്. അതാണ് നമ്മുടെ മാക്സ്. കാരണം മാക്സ് ഫെലിക്സിനെ കണ്ടിട്ടുണ്ട്. അതിനുള്ള CCTV ദൃശ്യങ്ങളെല്ലാമുണ്ട്. ഇദ്ദേഹത്തിന്റെ കാർ ആക്സിഡന്റ് ആയല്ലോ. അവിടെ നിന്നും വിൻസെന്റിന്റെ ലാപ്ടോപ്പ് ലഭിച്ചിരുന്നു. അതൊരു തെളിവാണ്. അങ്ങനെ ഇതെല്ലാം ഉപയോഗിച്ച് ആനി ഈ കേസിൽ ജയിക്കാനും പോകുന്നു. ഇവിടെ വെച്ച് കൊളാട്രൽ എന്ന ഈ സിനിമ അവസാനിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ നല്ല സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.